തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് ബദൽ നീക്കങ്ങളുമായി പിണറായി സർക്കാർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് ഏറ്റത്. സാങ്കേതിക തലത്തിൽ തന്നെ അത് തിരിച്ചടിയായി മാറിയിരിക്കുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് UDF 80 സീറ്റും LDF 58 സീറ്റും ലീഡ് ചെയ്തു എന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഇത് പിണറായി വിജയൻ ഗൗരവപൂർവ്വം കൈക്കൊള്ളുന്നു. സർക്കാരിന് പറ്റിയ വീഴ്ചകൾ, ഭരണവിരുദ്ധ തരംഗം ഒക്കെ ആഞ്ഞടിച്ചു എന്ന് വേണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്ന് ആഞ്ഞടിച്ചു എന്നതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയം മറികടക്കാൻ വമ്പൻ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് പിണറായി സർക്കാർ. ഈ ജനുവരി പകുതിയോടെയാണ് ഈ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് പ്രഖ്യാപനം വരിക. ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ബജറ്റിലൂടെ ജനങ്ങളെ ഇടതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ സർക്കാരിലേക്ക് ആകർഷിക്കാനുള്ള മാർഗങ്ങളാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നത്. 4 വലിയ പ്രഖ്യാപനങ്ങൾ പിണറായി വിജയൻ നടത്തും ബജറ്റിൽ എന്നതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന സൂചന. സർക്കാർ ജീവനക്കാരുടെ വോട്ട് അത് വളരെ പ്രാധാന്യമേറിയതാണ് ഇടതുമുന്നണിക്ക്. സർക്കാർ ജീവനക്കാർ എക്കാലവും എപ്പോഴും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ഉറപ്പാക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കും. അതിലൊന്ന് പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അന്ന് തന്നെ ഇടതുപക്ഷം അതിനെതിരെ സമരം ചെയ്തിരുന്നു. എന്നാൽ തുടർച്ചയായി 10 വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ടും പങ്കാളിത്ത പെൻഷന് പകരം മറ്റൊരു പദ്ധതി കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞില്ല. അത് കൊണ്ടുവരാനാണ് പിണറായി വിജയൻ ഈ ബഡ്ജറ്റിൽ ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനയാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ പുതിയ കമ്മിറ്റിയെ നിയോഗിക്കും. ഇതിലൂടെ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പിണറായിയുടെ മറ്റൊരു തന്ത്രം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കുക എന്നുള്ളതാണ് മറ്റൊരു തന്ത്രം. ക്ഷേമ പെൻഷൻ വർധനയൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ നടത്തിയിരുന്നു. പക്ഷേ അത് വോട്ടിൽ പ്രതിഫലിച്ചില്ല. ഇത്തവണ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി അതിനെ ജനഹൃദയങ്ങൾക്കിടയിൽ എത്താൻ പിണറായി ശ്രമിക്കുന്നു. 4ാമത്തെ വലിയ തന്ത്രം, വലിയ പ്രഖ്യാപനം വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനമാണ്. കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കും ബഡ്ജറ്റിലൂടെ. ഇതോടുകൂടി UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ മുൻകൈ നഷ്ടമാക്കാൻ സാധിക്കുമെന്ന് നഷ്ടമാക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്ന് പിണറായി വിജയന് ഉറച്ച വിശ്വാസമുണ്ട്. തിരിച്ചടിയേറ്റ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രവർത്തനം നടത്താനും CPM തീരുമാനിച്ചു. തിരിച്ചടിയേറ്റ ജില്ലകളിൽ തിരിച്ചടിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ അതത് പാർട്ടി ഘടകങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് CPM. CPIയും ഇതേ പാത തന്നെ പിന്തുടരുന്നു. CPMന് അപ്രതീക്ഷിതമായ തിരിച്ചടിയേറ്റത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ്. മലപ്പുറത്ത് 16 നിയോജക മണ്ഡലങ്ങളിലും UDF ഒന്നാമതെത്തുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായി. LDF സ്ഥിരമായി ജയിക്കുന്ന തവന്നൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ UDF ലീഡ് നേടിയത്, പ്രത്യേകിച്ചും പൊന്നാനിയിൽ ചെറിയ ലീഡാണ്, 540 വോട്ടിൻ്റെ ലീഡാണ്, എങ്കിലും ലീഡ് നേടിയത് LDF വൃത്തങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് മറികടക്കാനുള്ള വൻപിച്ച സംഘടനാ പ്രവർത്തനമാണ് CPM ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്.
കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചതും CPM ഗൗരവത്തോടുകൂടി കാണുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് കൊല്ലത്തും CPMന് നേരിടേണ്ടി വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതും CPMന് വലിയ ക്ഷീണമായി മാറി. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തനം കൊണ്ട് ഇതൊക്കെ മറികടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ.